നെഗറ്റീവ് പറയുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവരെ മുമ്പിൽ എനിക്ക് ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ. എൻ്റെ മുമ്പ് വെച്ചാൽ ഞാനത് കേട്ടോളൂ. നിങ്ങൾ ഉറപ്പായിട്ട് കേസ് വന്നാൽ പോലും പക്ഷേ ഇങ്ങനത്തെ ഒരു പടം കണ്ടിറക്കിയിട്ട് ഞാൻ ആ ഫീൽ ഇതുവരെയും വിട്ട് മാറിയിട്ടില്ല. അവരെ തലമണ്ട അടിച്ചു പൊട്ടിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. പിന്നെ ഇതാണ് മലയാള ഫിലിം ഇൻഡസ്ട്രി എന്ന് എല്ലായിടത്തും കാണിക്കാം. ഇതാണ് മലയാളം. നമ്മൾ നിർത്തിയിട്ടില്ല, തുടങ്ങണേ ഉള്ളൂ. കിട്ടില്ല സൂപ്പർ നല്ല മൂവിയായിരുന്നു. പൃഥ്വിരാജിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഒരാളുടെ ലൈഫാണോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്കല്ല ചില സീൻസൊക്കെ കണ്ടപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവിന്ന് പൃഥ്വിരാജ് ചെയ്തതിൽ വെച്ച് കുറച്ചും കൂടെ നല്ല ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നുന്നു. രക്ഷയില്ല ബ്രോ, വാക്കുകളില്ല എക്സ്പ്രസ് ചെയ്യാൻ സന്തോഷം. അത്രയും കിടലുമാണ്. ബ്ലെസ്സി എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ ഒരു വലിയ വിജയവും പുള്ളിക്കാരൻ്റെ കരിയർ ബെസ്റ്റ് പടം തന്നെയാണ്. ഞാൻ മോഹൻലാലിന് തന്മാത്രം കൊടുത്തു, മമ്മൂട്ടിക്ക് കാഴ്ച കൊടുത്തു, പൃഥ്വിരാജിന് ആടുജീവിതം കൊടുത്തു. അത്രേ ഉള്ളൂ. ബ്ലെസ്സി ഇനിയും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നല്ല പടം, വളരെ നല്ല എഫേർട്ടാണ് ഈ ഇതുവരെ ചെയ്ത് അവർ എടുത്ത ടൈമിനുള്ള എഫേർട്ടും പിന്നെ പൃഥ്വിരാജ് എടുത്തേക്കുന്ന എഫേർട്ട് അത് നമുക്ക് ശരിക്കും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. സഹിക്കാത്തൊരു വളരെ നല്ലതാണ്. ഇത്രയും വർഷമായിട്ട് എഫേർട്ടിൻ്റെ റിസൾട്ട് ഉണ്ട്. പടം നല്ല പടം. മലയാളത്തിൻ്റെ ഗോട്ട് ലൈഫ് എന്ന് പറയാൻ പറ്റിയ സിനിമ തന്നെ. പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഒരു കവർട്ടഡ് ഫിലിം മേക്കറിൻ്റെ എല്ലാ ഇതും ആ ഫിലിമിൽ കാണാനുണ്ട്. ഗെയിനേഴ്സിൻ്റെ അവരുടെ എഫേർട്ട് എല്ലാം ഭാഗത്താണ്. ടെക്നിക്കലി ബ്രില്യൻ്റാണ്. ഇമോഷണലി ആയാലും വല്ലാണ്ട് കണക്റ്റഡ് ആവും. ഓരോ മൊമെൻറ്റ്സിലും പീക്ക് മൊമെൻറ്റ്സ് ഉണ്ട്. ഇമോഷണലി കരയണ മൊമെൻറ്റ്സ് ഉണ്ട് എല്ലാം. പിന്നെ മ്യൂസിക് ആയാലും ഓഫ് കോഴ്സ് എ.ആർ. റഹ്മാനാണ് എപ്പിക്കായിട്ട് ചെയ്യും. അടിപൊളി പടം നല്ല ഡെപ്തുള്ള പടമായിരുന്നു. ഡീറ്റെയിലിംഗ് ഒക്കെ നല്ല രീതിയിൽ വന്നു. കുറച്ച് നേരമാണെങ്കിലും മാക്സിമം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ചെയ്യുന്ന ഒരു പറ്റിയ പടം. പൃഥ്വിരാജൊക്കെ നല്ല റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. നല്ല ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ നന്നായിരുന്നു. ഫിലിമായിരുന്നു. സിനിമയാണെന്ന് തോന്നിയില്ല. നമ്മളും ആ ഒരു ലൈഫിലോട്ടായി പോയിട്ട് നന്നായിരുന്നു. ഒരു രക്ഷയില്ല. മസ്റ്റ് വാച്ച്, തിയേറ്ററിൽ മസ്റ്റ് വാച്ചാണ്. എടുത്ത് പറയാണ്ട് പൃഥ്വിരാജിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഞെട്ടിച്ച് കളഞ്ഞു. അത് തന്നെയാണ്. പിന്നെ എ.ആർ. റഹ്മാൻ്റെ സ്കോറിങ്ങും കുഴപ്പമില്ലായിരുന്നു. അത്ര എക്സ്പെക്ടേഷൻ ഒത്തു വന്നില്ല. എന്നാലും പടം തിയേറ്ററിൽ മസ്റ്റ് വാച്ചാണ്. സിനിമാറ്റോഗ്രാഫിയും അടിപൊളിയായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ട രണ്ട് കാര്യങ്ങൾ ബ്ലെസ്സി പിന്നെ പൃഥ്വിരാജ്. ഇത് തന്നെയാണ്. ഈ രണ്ട് ഫാക്ടർ കൊണ്ടാണ് തിയേറ്ററിൽ കാണണമെന്ന് ഞാൻ പറയുന്നത്. സിനിമ കൊള്ളാം, നല്ല സിനിമയാണ്. നല്ല പടം. ശരിക്കും ഞാൻ അങ്ങനെ പടം കണ്ട് കരയാറില്ല. പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചിങ് ആയി. ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഫിലിം. ഹാർട്ട് എന്തോ പോലെ ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. അത്രയ്ക്ക് മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട് ഫിലിം. സൂപ്പറായിട്ടുണ്ട്. നോവൽ നമ്മൾ വായിക്കുമ്പോൾ കിട്ടണ അതേ ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. മേക്കിംഗ് ഒക്കെ സൂപ്പറാണ്. പിന്നെ ഓരോ വീഡിയോ ട്രാൻസാക്ഷനൊക്കെ സൂപ്പറാണ്. നമ്മളിപ്പോൾ നാഷണൽ അവാർഡിനെക്കാളും ഓസ്കാറിലോട്ട് നോക്കിയാൽ മതി എന്നാണ് പറയണത്. വളരെ മനോഹരം പടം. രാജുവേട്ടൻ്റെ കിടിലമായ ആക്ടിങ്, അതുപോലെ തന്നെ പുള്ളിയുടെ ട്രാൻസ്ഫോർമേഷന് കുഡൂസ്, ഹാറ്റ്സ് ഓഫ് പറഞ്ഞേ പറ്റുള്ളൂ. അന്യായ ട്രാൻസ്ഫോർമേഷൻ. അത് ആ ട്രാൻസ്ഫോർമേഷൻ നല്ലവണ്ണം ബ്ലെസ്സി ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഓരോ സ്ക്രീനിലും മൈന്യൂട്ടായിട്ട് പോയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോകുലിൻ്റെ ആക്ടിങ്ങും ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. അതുപോലെ ഗോകുല് പൃഥ്വിരാജുമായിട്ട് ഭയങ്കരമായ ടൈറ്റ് ഫൈറ്റിൽ തന്നെയാണ് ആക്ട് ചെയ്തേക്കുന്നത്. നല്ല ആക്ടിങ് ഉണ്ട്. അതുപോലെ ജിമ്മിജിൻ്റെ ആക്ടിങ് മനോഹരമായിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി സുനിലിൻ്റെ ഫുൾ രീതിയിൽ നല്ല രസമാണ്. ആദ്യം മുതൽ അവസാനം വരെ നല്ലൊരു വിഷ്വൽ ട്രീറ്റാണ്. കാരണം അമലാപ്പോളും പൃഥ്വിരാജുള്ള കുറേ ലവ് സീൻസ് ഒക്കെ എടുത്തേക്കുന്നത് അതുമൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പം മൊത്തത്തിൽ എ.ആർ. റഹ്മാൻ്റെ മ്യൂസിക് ഇതുകൂടെ വന്നപ്പോൾ ആളുകളെ എപ്പോഴും പിടിച്ചിരുത്തുന്ന ഒരു മൂവി ആയിട്ടുണ്ട്. കുറച്ച് ഇമോഷണലാണ്, റിയാലിറ്റി ഫ്രണ്ടാണ്. അപ്പം എന്തായാലും നല്ലൊരു മൂവിയാണ്. എന്തായാലും വന്ന് എല്ലാവരും തിയേറ്ററിൽ കാണും. തിയേറ്ററിൽ ആ എക്സ്പീരിയൻസ് മിസ്സായി. ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ ഓരോ ആക്ടറിന് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടേക്കുന്ന ഒരു മൂവിയാണ്. അതിന് വേണ്ടിയിട്ടെങ്കിലും എല്ലാവരും വന്ന് കാണണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. നല്ല സിനിമയായിരുന്നു, നല്ല മൂവിയായിരുന്നു. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. പൃഥ്വിരാജ് ഒരു നാഷണൽ അവാർഡ് ഡിസേർവിംഗ് ആണ്. ഡെഡിക്കേഷൻ ഓഫ് പൃഥ്വിരാജ്. പടത്തിൽ കുറേ നേരത്തേക്ക് ഡയലോഗൊന്നുമില്ല. കഴിഞ്ഞിറങ്ങിയിട്ട് ആലോചിക്കുമ്പോഴാണ് ഡയലോഗ് ഉണ്ടായിരുന്നില്ല എന്ന് ആലോചിക്കുന്നത്. അതായത് വിത്തൗട്ട് എനി ഡയലോഗ് പടം ഭയങ്കരമായിട്ട് കണക്റ്റായി. പറയല്ലോ, ഡെഡിക്കേഷൻ ലെവലും ഓവറോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രം ഇന്ത്യൻ. അത്ര ഗംഭീരമാണ് ഈ പടം. അപ്പം നെഗറ്റീവ് പറഞ്ഞാൽ നമ്മളെ മുമ്പിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് അവന് കൈവയ്ക്കും. തിയേറ്ററൊന്നും വിഷയമില്ല. ബാക്കി കാര്യം പിന്നീട് ഇത്രയും കാരണം ബ്ലെസ്സി ഇത്രയും കാത്തിരുന്ന് ഈ 14 വർഷം കാത്തിരിപ്പുള്ള ഒരു സിനിമയാണ്. ഈ പടം കണ്ടിറങ്ങി ഒരാൾ പോലും ഈ പടത്തിന് നെഗറ്റീവ് പറയാനില്ല. അതത്രേ ഉള്ളൂ. 14 വർഷം അധ്വാനം മാത്രമല്ല, ആ പൃഥ്വിരാജ് ഈ പടത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന എഫർട്ട് എന്ന് പറഞ്ഞാൽ വളരെ സംഭവമല്ലേ. അപ്പോൾ നമുക്ക് ആ പടം കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ നമ്മളെ കണ്ണുമ്പ് ആരെങ്കിലും പറഞ്ഞാൽ പോലും നമുക്ക് അടി കൊടുക്കാൻ തോന്നും. പടം വളരെ സൂപ്പറാണ്. വളരെ സൂപ്പർ എന്ന് പറഞ്ഞാൽ വളരെ സൂപ്പറാണ്. 16 വർഷം കൊണ്ട് ബ്ലെസ്സി കാത്തിരുന്നെങ്കിൽ അത് വെറുതെ ആയിട്ടില്ല. അയാളുടെ മോഹം പൂവണിഞ്ഞു. അത്ര ഗംഭീരം. പൃഥ്വിരാജിൻ്റെ അഭിനയം വളരെ ഗംഭീരമാണ്. ഇതിന് മേലെ വേറെ പൃഥ്വിരാജ് ഇങ്ങനത്തെ ഒരു പടം ഇത്രയും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഫസ്റ്റ് റിയൽ ലൈഫ് സ്റ്റോറി അല്ലേ, അതുകൊണ്ട് അത്രയും ഗംഭീരം. ഒരാൾ പോലും ഇമോഷണൽ ഇല്ലാതെ എണീറ്റ് പോകാറില്ല. ഒരു എന്തോ ഒരു മുട്ടുപിന്ന് തിയേറ്ററിനകത്ത് വീഴുന്നാൽ അത്രയ്ക്ക് അറിയാൻ പറ്റും. അത്ര ആൾക്കാർ അത്ര ശ്രദ്ധയോടെ ഈ പടം കണ്ട് ഒരാളിന് ചലനമില്ല. അത്ര ഗംഭീരം തോന്നിപ്പോകുന്നത്. നമ്മൾ ഒരാളാണ് ഗൾഫിൽ പോയി പെട്ടുപോയാൽ ഇങ്ങനെ ആയിപ്പോയാൽ നമ്മുടെ അവസ്ഥ നമ്മൾ ഉരുകിയിരുന്നു പോകും. നമ്മൾ ആ പടം കണ്ട് എന്താ പറയുക, പൃഥ്വിരാജിൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ
വളരെ ഗംഭീരം. മേക്ക് ഓവറൊക്കെ സൂപ്പറാണ്. മേക്കിംഗ് എല്ലാം സൂപ്പറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത്ര ഗംഭീരം. ആ നജീബിൻ്റെ ഫോട്ടോ 2 ദിവസത്തിന് മുമ്പേ ഞാൻ കണ്ടിരുന്നു. അത് ഇതൊന്നും തോന്നുന്നു ഒത്തിരി ഒറിജിനാലിറ്റിയായിട്ട് മേക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്ര ഗംഭീരം. ഓരോ ഫ്രെയിം വർക്കും ലോക സിനിമയുടെ മുമ്പിൽ ഗ്യാരണ്ടി ആയിട്ട് നമ്മുടെ മലയാള സിനിമ ഇടം പിടിച്ചിരിക്കും. ധൈര്യപൂർവ്വം നിൽക്കാം. അതിനുള്ള ആൾക്കാരിവിടെ നമ്മളെ മലയാളത്തിലുണ്ട് എന്ന് ഉറപ്പിക്കാം. തുടക്കം തന്നെയാണ്. ഈ പറയുന്നവരുടെ അടുത്ത് എനിക്ക് വേറൊന്നും പറയില്ല. ഈ പടത്തിനൊന്നും നെഗറ്റീവ് പറയാനില്ല. പിന്നെ എങ്ങനെയാണ് അവർ നെഗറ്റീവ് പറയുക? ഈ പടം കണ്ടിട്ട് ഒരാൾ പോലും നെഗറ്റീവ് പറയത്തില്ല. കാരണം കാണുന്ന ഒരാളാണെങ്കിൽ ഈ പടത്തിന് നെഗറ്റീവ് പറയാൻ പറ്റത്തില്ല. കാണാതെ പലർക്കും നെഗറ്റീവ് പറയാം. കാണുന്ന ഒരാൾ പോലും ഈ പടത്തിന് നെഗറ്റീവ് പറയത്തില്ല. കാരണം കണ്ട ഒരാളിന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്